ഫ്രണ്ട്ലി PSC ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മളുടെ SCERT ക്രാഷ് കോഴ്സിന്റെ 8ാമത്തെ ക്ലാസ് ആണ്. ബാക്കി 7 ക്ലാസ്സുകൾ നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ക്വിസിന്റെയും എക്സാമിന്റെയും ഒക്കെ ലിങ്ക് ഫ്രണ്ട്ലി PSC എന്ന നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കാത്തവരെ നമ്മളുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ക്വിസും എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ എക്സാം പറയുന്ന ടൈമിൽ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് വന്നാൽ ചെയ്യാൻ പറ്റില്ല. ക്വിസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ വൊക്കാബുലറി ആണ് നോക്കുന്നത്. 6ാം ക്ലാസ്സിലെ സാഹിത്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു, ഇന്ന് വൊക്കാബുലറി. അപ്പൊ 6ാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് ധാരാളം വൊക്കാബുലറി മുൻകാല ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം തന്നെ മുൻകാല ചോദ്യമാണ്. ഏതാണ്? പ്രതിനിധീകരിക്കുക എന്ന പ്രയോഗം തെറ്റാണ് കേട്ടോ. പ്രതിനിധീകരിക്കുക എന്ന പ്രയോഗം തെറ്റാണ്. എന്താണ് ശരിയായ പ്രയോഗം? പ്രതിനിധാനം ചെയ്യുകയാണ് ശരി. അപ്പൊ പ്രതിനിധീകരിക്കുക എന്നത് തെറ്റാണ്. നമ്മൾ പറയാറുണ്ട് അല്ലെ, അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന പ്രയോഗം തെറ്റാണ്. അപ്പൊ ഇനി പറയരുത്. മറ്റേ ഹാർദവമായി എന്ന് നമ്മൾ തെറ്റായിട്ട് പറയില്ലേ, ശരി ഹാർദമാണ്. അതുപോലെ തന്നെ പ്രതിനിധീകരിക്കുക നമ്മൾ തെറ്റായിട്ടാണ് പറയുന്നത്, അതിനെ ആരും പറയരുത്. പിന്നെ എങ്ങനെ വേണം പറയാൻ? പ്രതിനിധാനം ചെയ്യുക എന്ന് വേണം നമ്മൾ പറയാൻ കേട്ടോ. അപ്പൊ ഇനി മുതൽ പ്രതിനിധാനം ചെയ്യുക എന്ന് വേണം പറയാൻ. അത് മുൻകാല ചോദ്യമാണ്. ഓപ്ഷൻ്റെ അകത്ത് എന്തോ ഉണ്ടായിരുന്നു? പ്രതിനിധീകരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് കുറെ പേര് അങ്ങനെ മാർക്ക് ചെയ്ത് തെറ്റിച്ചിട്ടുണ്ട്. ശരിക്കും എന്താണ്? പ്രതിനിധാനം ചെയ്യുകയാണ് ശരി. അടുത്തതും മുൻകാല ചോദ്യമാണ്. എന്ത്? പദശുദ്ധിയിലെ നിഘണ്ടു. നമ്മൾ ഓൾറെഡി പദശുദ്ധിയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ന് ബോർഡ് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ബോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റിങ്സ് ഒക്കെ മാറ്റി ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ, ബോർഡ് ഓക്കെ ആണോ എന്ന്. ഓക്കെ, അപ്പൊ നിഘണ്ടു അപ്പൊ എന്താണ്? മേഘത്തിന്റെ ഘായും കണ്ടു എന്നുള്ളതിന്റെ ഉണ്ടായുവാണെന്ന് നമ്മൾ ഓർത്തു വെച്ചിരുന്നു അല്ലെ, നിഘണ്ടു. അപ്പൊ ഇതും മുൻകാല ചോദ്യമാണ്. നിഘണ്ടു പദശുദ്ധി ക്ലാസ്സിൽ ഒന്ന് കയറിയാൽ കിട്ടും. ഇനി അടുത്തത് അസ്ഥിവാരം. നിന്റെ അസ്ഥിവാരം ഞാൻ തോണ്ടുന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ കുഴിച്ചിട്ടിരിക്കണ അവിടെ പോയി അസ്ഥി പെറുക്കി എടുക്കുന്നതാണോ? അല്ലല്ലോ. ആ അസ്ഥിയുടെ സ്പെല്ലിംഗ് എന്താണ്? അത് അസ്ഥിയാണ് അല്ലെ, അത് അസ്ഥിയാണ്. അസ്ഥി നമ്മളുടെ എല്ല്, ബോണ്, അസ്ഥി, അത് ഈ അസ്ഥിയാണ്. അസ്ഥിവാരം എന്ന് വെച്ചാൽ എന്താണ്? നിലനിൽപ്പ്. നിന്റെ അസ്ഥിവാരം തോണ്ടെന്ന് വെച്ചാ ഇപ്പൊ നീ നല്ല രീതിയിലൊക്കെ കഴിയുന്നില്ലേ, അപ്പൊ നിന്റെ വെള്ളം കൂടി മുട്ടിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിന്റെ നിലനിൽപ്പ് തന്നെ ഞാൻ തോണ്ടും. ഇപ്പൊ ഒരു ബിസിനസ് ആണ്, ബിസിനസ് പൊട്ടിക്കും എന്നൊരർത്ഥത്തിലാണ് നമ്മൾ അസ്ഥിവാരം തോണ്ടും എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അസ്ഥിവാരത്തിന് ഇപ്പൊ ആസ്തി എന്ന് പറയില്ലേ, നമ്മളുടെ മൊത്തം സ്വത്ത് എന്നൊക്കെ ഒരർത്ഥത്തില് ആ തായാണ് കേട്ടോ. ആ അസ്ഥിയുടെ, അതായത് അസ്ഥി തായാണ് കേട്ടോ, അസ്ഥിവാരം. അപ്പൊ അസ്ഥിവാരവും മുൻകാല ചോദ്യമാണ്, നിഘണ്ടുവും മുൻകാല ചോദ്യമാണ്. അടുത്തത് മുൻകാല ചോദ്യമാണ് 6ാം ക്ലാസ്സിലെ ബുക്കിൽ നിന്ന്. ഏതാണ്? അണിയം എന്ന വാക്കിന്റെ വിപരീതം. എന്താണ്? അണിയം, വിപരീതം അമരം. ഇപ്പൊ ഒരു വള്ളത്തിന്റെ, ഇപ്പൊ അണിയം എന്ന് വെച്ചാൽ എന്താ? വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒക്കെ മുൻഭാഗത്തെയാണ് നമ്മൾ അണിയം എന്ന് പറയുന്നത്. അമരം എന്താ? അമരക്കാരനിരിക്കുന്നത് എവിടാണ്? വള്ളത്തിന്റെ പുറകിലല്ലേ വള്ളത്തെ നിയന്ത്രിക്കാൻ അമരക്കാരനിരിക്കുന്നത്. ഇവിടാണ് അമരക്കാരനിരിക്കുന്നത് അല്ലെ. അപ്പൊ അമരം എന്ന് വെച്ചാൽ വള്ളത്തിന്റെ ബോട്ടിന്റെ ഒക്കെ പിൻഭാഗം, അണിയം എന്ന് വെച്ചാൽ വള്ളത്തിന്റെ മുൻഭാഗം. അപ്പൊ അണിയം, വിപരീതം, അമരം മുൻകാല ചോദ്യം. ഇനി അടുത്ത മുൻകാല ചോദ്യം നമുക്ക് നോക്കാം. നിവൃത്തി, പ്രവൃത്തി, ആവൃത്തി. അപ്പൊ ആവൃത്തി, പ്രവൃത്തി, നിവൃത്തി എല്ലാം എന്താ? വൃത്തി, വൃത്തി, വൃത്തി. വൃത്തികൾ ചേർന്ന് വരുന്ന വാക്കുകൾ ഒന്ന് പഠിച്ചു വെച്ച് ഞങ്ങളുടെ കേട്ടോ. ആവൃത്തി, പ്രവൃത്തി, നിവൃത്തി. അവരവരുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ല. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. പ്രവൃത്തി, നിവൃത്തിയൊക്കെ പ്രീവിയസ് ആണ്. നിവൃത്തി, വൃത്തി ചേർന്ന് വരുന്ന 3 അങ്ങ് പഠിച്ചു വെച്ചേക്ക്. ഇനി അടുത്തത് പരിണാമവും പരിമാണവും. അത് മുൻകാല ചോദ്യമാണ്. നമുക്കറിയാം പരിണാമം, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. പരിണാമം എന്ന് വെച്ചാൽ എന്താ? മാറ്റം എന്നാണ് അല്ലെ. പരിണാമം, മാറ്റം. എന്നാൽ പരിമാണം ഭേദകത്തിലുണ്ടല്ലോ. ഭേദകത്തില് നമ്മൾ പാരിമാണികം പഠിക്കും അല്ലെ. എന്താണ്? പരിമാണം അളവ് എന്നൊരർത്ഥമാണ് അല്ലെ. അപ്പൊ പരിണാമം മാറ്റമാണ്, പരിമാണം അളവാണ്. പഠിച്ചു വെച്ചേക്കുക. പാരിമാണിക ഭേദകം അതിലുണ്ടല്ലോ. 1 കിലോ 2 കിലോ എന്നൊക്കെ പറയുന്ന അളവിനെ കുറിക്കുന്നതാണ് പാരിമാണികം. ഇനി അടുത്ത വാക്ക് അല്ല്. അല്ല എന്ന് വെച്ചാൽ എന്താണ്? രാത്രിയാണ്. അല്ല രാത്രി. ഇനി അല്ലൽ എന്താണ്? അല്ലലകറ്റണം.
എന്താണ്? അല്ലൽ ദുഃഖമാണ്. അല്ലൽ ദുഃഖം, അല്ല രാത്രി. ഒരു അല്ലലും ഇല്ല എന്ന് വെച്ചാൽ എന്താ? ഒരു വിഷമോ ഇല്ല, ഒരു ദുഃഖവും ഇല്ല എന്നല്ലേ നമ്മൾ പറയാറില്ലേ അല്ലലെന്ന്? അപ്പൊ അല്ലൽ ദുഃഖം, അല്ല രാത്രി. ഇനി അടുത്തത് മുൻകാല ചോദ്യമാണ്. കഴിഞ്ഞ വിയോയ്ക്ക് ചോദിച്ചതാണ്. എന്താണ്? ഗൃഹസ്ഥൻ എന്ന വാക്കിന്റെ വിപരീതം അഥവാ എതിർലിംഗം ഏതാണ്? ഗൃഹസ്ഥന്റെ എതിർലിംഗം എന്താണ്? ഗൃഹിണിയാണ്. ഗൃഹസ്ഥൻ, ഗൃഹിണി. ഗൃഹിണി എന്ന് വെച്ചാൽ എന്താ? ഭാര്യ എന്നർത്ഥം കേട്ടോ. ഗൃഹസ്ഥൻ, ഗൃഹിണി. അടുത്തതും മുൻകാല ചോദ്യമാണ്. എന്താണ്? സരസ്. സരസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പൊയ്കയാണ് കേട്ടോ. സരസ്, പൊയ്ക. അപ്പൊ നമ്മൾ ഈ 6ാം ക്ലാസ്സിൽ ആദ്യം തന്നെ പഠിച്ചത് ഫുള്ള് മുൻകാല ചോദ്യങ്ങളാണ് അല്ലെ? അപ്പൊ 6ാം ക്ലാസ്സിൽ നന്നായിട്ട് PSC 6ാം ക്ലാസ്സിലെ വൊക്കാബുലറി മുൻകാല ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിച്ചല്ലോ അല്ലെ? വീണ്ടും പറയാണ്, നമ്മൾ 3 മുതൽ 6 വരെ എടുത്ത് അത് നന്നായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്യണം. ക്വിസിന്റെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിലുണ്ട്. എന്നിട്ട് മാർക്ക് എന്നോട് പറയണം. അപ്പൊ നമുക്കിനി അടുത്ത വാക്ക് നോക്കാം. വ്രാതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വ്രാതം കൂട്ടമാണ്. വ്രാതം കൂട്ടം. വക്ത്രമോ? വക്രം എന്ന് വെച്ചാൽ എന്താ? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. വക്രം മുഖമാണ്. വക്രം, ആനനം, ആസ്യം ഇതൊക്കെ എന്താണ്? മുഖമാണ്. വക്രം മുഖം, വ്രാതം കൂട്ടം. അടുത്തത് വാഗ്ദത്ത എന്ന് വെച്ചാൽ എന്താ? വാഗ്ദത്ത, വാക്ക് കൊടുക്കപ്പെട്ട. ഇപ്പൊ എന്തെങ്കിലും ഇന്നത് ചെയ്യാം നമ്മൾ വാക്ക് കൊടുക്കില്ലേ? അപ്പൊ അതിനാണ് വാഗ്ദത്ത, വാക്ക് കൊടുക്കപ്പെട്ടത്. അപ്പോ നമുക്ക് അതിന്റെ കൂടെ ഒരു ഒറ്റ വാക്കും കൂടെ പഠിച്ചേക്കാം. വാഗ്മിയുടെ ഭാവത്തിന് എന്താണ് പറയുന്നത്? വാഗ്മിതം എന്നും അല്ലെങ്കിൽ വാഗ്മിത്വം എന്നും പറയും. വാഗ്മിതം, വാഗ്മിത്വം എന്ന് പറഞ്ഞാൽ എന്താ? വാഗ്മിയുടെ ഭാവമാണ്. ഒറ്റ വാക്ക്. അടുത്ത വാക്കാണ് സ്വച്ഛം. സ്വച്ഛം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്വച്ഛ ഭാരത് അഭിയാൻ എന്താണ്? എല്ലാം വൃത്തിയാക്കി ഇടുക പദ്ധതി അല്ലെ? സ്വച്ഛം എന്താണ്? നിർമ്മലമായത്. സ്വച്ഛം, നിർമ്മലമായത്, പരിശുദ്ധമായത് എന്നൊക്കെ അർത്ഥം. അടുത്ത ദൃഢം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? ദൃഢം എന്ന് വെച്ചത് ഉറച്ച. ദൃഢം എന്ന് വെച്ചാൽ ഉറച്ചത്. ശിഥിലം എന്ന് വെച്ചാൽ എന്താ? നാശമായി പോയത്, പൊടിഞ്ഞു പോയത് അല്ലെ? ദൃഢം വിപരീതം ശിഥിലമാണ്. അടുത്ത വാക്കാണ് രൂഢമൂലം. രൂഢമൂലം എന്ന് വെച്ചാൽ എന്താ? വേരുറച്ചത് അല്ലെ? ആമൂലാഗ്രം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. വേര് മുതല് അറ്റം വരെ ഒരു ചെടിയുടെ മുഴുവൻ ഭാഗം ആമൂലാഗ്രം. അപ്പോ രൂഢമൂലം എന്ന് വെച്ചാൽ എന്താ? വേരുറച്ചത്. രൂഢമൂലം, വേരുറച്ചത്. അടുത്തത് മൂകൻ. അത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സംസാരിക്കാൻ വയ്യാത്ത ആളെ നമ്മൾ എന്താ പറയാ? മൂകൻ എന്നാണ് പറയുന്നത് അല്ലെ? മൂകൻ, സംസാരിക്കാൻ വയ്യാത്ത ആള്, ഊമ. അടുത്ത വാക്കാണ് കലമ്പുക. കലമ്പുക എന്ന് വെച്ചാൽ എന്താ? കോപിക്കുക. കലമ്പുക, കലിപ്പാകുക എന്ന് ഓർത്താൽ മതി അല്ലെ? കലമ്പുക, കോപിക്കുക. കലമ്പുക, കോപിക്കുക. അടുത്തത് അമേയം. അമേയം എന്ന് വെച്ചാൽ എന്താ? അളവില്ലാത്തത്. അമേയം, അളവില്ലാത്ത. അമേയം, അളവില്ലാത്തത്. അടുത്ത വാക്കാണ് ആനദാസ്യം എന്ന് വെച്ചാൽ എന്താ? ആനദമായ ആസ്യം. ആസ്യം എന്താണ്? മുഖമാണ്. അപ്പൊ ആനദാസ്യം എന്താണ്? താഴ്ത്തിയ മുഖം. ആനദം, താഴ്ന്നത്. ആനദമായ മുഖം, ആനദാസ്യം, താഴ്ത്തിയ മുഖം. അടുത്ത വിത്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിത്തം എന്ന് കേൾക്കുമ്പോ തന്നെ വെൽത്ത് എന്ന് തോന്നുന്നു അല്ലെ? വിത്തം, വെൽത്ത്, ധനമാണ് കേട്ടോ. വിത്തം, വെൽത്ത് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. വിത്തം എന്ന് വെച്ചാല് ധനം. വിത്തം, ധനം. അടുത്ത വാക്ക് അർഘ്യം. അർഘ്യം എന്ന് വെച്ചാൽ എന്താ? അർഘ്യം എന്ന് വെച്ചാൽ പൂജയ്ക്കായുള്ള ജലം. പൂജയ്ക്കുള്ള ജലത്തെയാണ് നമ്മൾ അർഘ്യം എന്ന് പറയുന്നത്. അർഘ്യം എന്താണ്? പൂജയ്ക്കുള്ള ജലം. അർഘ്യം, പൂജയ്ക്കുള്ള ജലം. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിച്ചാണല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത വാക്കുകൾ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ 6ാം ക്ലാസ്സിലെ കുറച്ച് ഒറ്റപ്പദവും അർത്ഥവും ഒക്കെയാണ് നോക്കുന്നത്. ആദ്യത്തെ വാക്കാണ് ലൗകികം. ലൗകികം എന്ന് വെച്ചാൽ എന്താ? ലോകത്തെ സംബന്ധിച്ചത്. അത് നമ്മുടെ മുൻകാല ചോദ്യമാണ്. അപ്പോ അതിന്റെ വിപരീതം അലൗകികം എന്ന് വെച്ചാൽ എന്താ? ലോകസ്ഥിതിയെ കവിഞ്ഞത്. അപ്പൊ ലോകത്തെ സംബന്ധിച്ചല്ല, അതിലും കവിഞ്ഞ കാര്യം. അലൗകികം. ലൗകികം, വിപരീതം അലൗകികം. അർത്ഥവും കിട്ടിക്കാണുമല്ലോ. ലൗകികം, ലോകത്തെ സംബന്ധിച്ചത്. നമുക്ക് ഒറ്റപ്പദത്തിന് ചോദിക്കുന്നതാണ്. അടുത്ത വാക്ക് അർത്ഥത്തോട് കൂടിയത് എന്ന് വെച്ചാൽ എന്താ? അർത്ഥമുള്ളത്. ഇനി നമ്മൾ എന്താ പറയാ? സാർത്ഥകം. അർത്ഥത്തോട് കൂടിയത് സാർത്ഥകം അല്ലെ? സാർത്ഥകം, അർത്ഥത്തോട് കൂടിയത് സാർത്ഥകം. അടുത്തത് അഭൂതപൂർവം എന്ന് വെച്ചാൽ എന്താ?
മുൻപുണ്ടായിട്ടില്ലാത്ത. ഇപ്പൊ ചില അമ്പലത്തിൽ ഉത്സവത്തിലൊക്കെ വിളിച്ചു പറയുന്ന കേട്ടില്ലേ, അഭൂതപൂർവമായ ഭക്തജന പ്രവാഹമാണ് ഈ വർഷം കാണുന്നത് എന്ന് പറയില്ലേ. അപ്പൊ എന്താ അഭൂതപൂർവം എന്ന് വെച്ചാൽ എന്താ? മുൻപുണ്ടായിട്ടില്ലാത്ത. അഭൂതപൂർവം, മുൻപുണ്ടായിട്ടില്ലാത്ത. അടുത്ത ഒറ്റ വാക്ക് ജയത്തിന്റെ ഘോഷം. എന്താണ് പറയുന്നത്? ജയഘോഷം. അടുത്ത വാക്ക് സത്യത്തെ ഗ്രഹിക്കൽ. എന്താണ്? സത്യഗ്രഹമാണ് അല്ലെ, ഒരു സമര രീതിയാണ്. എന്താണ്? സത്യഗ്രഹം. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. സത്യഗ്രഹമാണ്, പദശുദ്ധിയില് സത്യഗ്രഹമാണ്. സത്യത്തെ ഗ്രഹിക്കൽ, ഒരു സമര രീതിയൊക്കെ, സത്യഗ്രഹം. അടുത്ത രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം എന്താണ്? രക്തസാക്ഷി ദിനമാണ്. അടുത്ത ദേശത്തോട് അഭിമാനമുള്ള ആൾ. എന്താണ്? ദേശാഭിമാനിയാണ്. ദേശത്തോട് അഭിമാനമുള്ളയാൾ ദേശാഭിമാനി. ദൃഢമായ നിശ്ചയം. എന്താണ്? ദൃഢനിശ്ചയം. ദൃഢമായ നിശ്ചയം, ദൃഢനിശ്ചയം. അപ്പൊ അഭൂതപൂർവം, മുമ്പുണ്ടായിട്ടില്ലാത്തത്. സാർത്ഥകം, അർത്ഥത്തോട് കൂടിയത്. ജയഘോഷം, ജയത്തിന്റെ ഘോഷം. സത്യഗ്രഹം, സത്യത്തെ ഗ്രഹിക്കൽ. രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം, രക്തസാക്ഷി ദിനം. ദേശത്തോട് അഭിമാനമുള്ളയാൾ ദേശാഭിമാനി. ദൃഢമായ നിശ്ചയം, ദൃഢനിശ്ചയം. അടുത്ത കുറച്ച് അർത്ഥമാണ്. ഒലി എന്ന് വെച്ചാൽ എന്താ? ഒലി, ശബ്ദം, ആരവം, ഇതൊക്കെ ശബ്ദം. പിന്നെ ഹത്യ, കൊലയാണ്. ഹത്യ, കൊല. ഫുല്ലം എന്ന് വെച്ചാൽ എന്താ? ഫുല്ലം എന്ന് വെച്ചാൽ വിടർന്നത്. ഫുല്ലം, വിടർന്നത്. ത്രസിപ്പിക്കുന്ന എന്ന് വെച്ചാൽ എന്താ? ത്രസിപ്പിക്കുന്ന സിനിമയാണ് എന്ന് പറയില്ലേ. ത്രസിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഭയപ്പെടുന്ന, ഭയപ്പെടുത്തുന്ന. ത്രസിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന. അപ്പോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ത്രസിക്കുക എന്ന് വെച്ചാൽ എന്താ? ഭയപ്പെടുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് 6ാം ക്ലാസ്സിലെ വൊക്കാബുലറി ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പൊ ഇന്നത്തോടും കൂടിയിട്ട് നമ്മൾ 8 ക്ലാസ് കവർ ചെയ്തു. അപ്പൊ 8 ക്ലാസ്സും പഠിക്കുക, എക്സാം എഴുതുക. ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ക്വിസിന്റെ ലിങ്ക് അതിൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് പ്ലേലിസ്റ്റിൽ സബ്ജക്റ്റ് വൈസ് നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ കാണുക. മലയാളം ക്ലാസ്, ഇംഗ്ലീഷ്, GK, സയൻസ്, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കാണുക. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഫ്രണ്ട്ലി PSC എന്നുള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം 9ാമത്തെ ക്ലാസ്, അതായത് 7ാം ക്ലാസ്സിലെ സാഹിത്യമായിട്ട് കാണാം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ എക്സാം നാളെ മെയ് 14-ാം തീയതി രാവിലെ 8:15 ഉണ്ടാവും. അപ്പൊ 8:15 തന്നെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. അതിന്റെ ലിങ്കും നമ്മുടെ ടെലഗ്രാമിൽ ഇടാം. അപ്പൊ മെയ് 14-ാം തീയതി നാളെ രാവിലെ 8:15 6ാം ക്ലാസ് പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടെ എക്സാം ഉണ്ടാവും. അപ്പൊ അതിൽ നന്നായിട്ട് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.